എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഉലുവാക്കഞ്ഞിയുടെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി 1/4 കപ്പ് ഉലുവ രാത്രി തന്നെ കുതിർത്തിയിട്ടല്ലേ 8 മണിക്കൂറെങ്കിലും കുതിരണം. അപ്പോൾ ഞാൻ രാത്രിയിലിട്ടെ. അതിൻ്റെ കൂടെ നമ്മൾ പായസ റൈസിൻ്റെ അരിയാണ് ഇട്ടേക്കുന്നത്. ഞവരരി ഉണ്ടെങ്കിൽ അത് ഇടാവേ, അല്ലെങ്കിൽ ചാമേരി എന്ന് പറയുവേ. ഇത് രണ്ടും ഇടുമ്പോഴാണ് ഉലുവായ്ക്ക് ഇച്ചിരി സ്വാദ് കൂടുന്നതും കയ്പ്പ് കുറയുന്നതൊക്കെ. അപ്പം ഇല്ലാത്തവർ പച്ചരി ചേർക്കാവേ. നമ്മൾ രണ്ടും കുതിർത്തി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് നല്ലപോലെ കുതിർന്നിട്ടുണ്ട് രണ്ടുമേ. കണ്ടോ, ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ചൊരു കുക്കറിലിട്ട് 3 വിസിൽ വരെ അടുപ്പിക്കണേ. അല്ല എങ്കിൽ ഇത് കുതിർന്നില്ല എങ്കിൽ നമ്മൾ ഒരു 8 വിസിൽ അടുപ്പിക്കണേ. ഇപ്പോൾ കുതിർന്നുകൊണ്ട് 3 വിസിൽ അടുപ്പിച്ചാൽ മതി. ഇത് നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാവേ. രണ്ടും നമ്മൾ കുക്കറിൽ ഇട്ടിട്ടുണ്ട്, അരിയും ഉലുവായേ. ഇനി ആവശ്യത്തിന് ഇത് വേകാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാവേ. നമ്മൾ സ്റ്റൗ കത്തിച്ച് കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് 3 വിസിൽ വരെ ഇത് വേകട്ടെ. വേണ്ടി നമ്മളൊരു 1/4 കിലോ ചക്കരയാണ് എടുക്കുന്നത്. 1/4 കപ്പ് വീതം ഉള്ളതിന്. മധുരം കൂടുതൽ വേണ്ടവർ കൂടുതൽ ചേർക്കണേ. ഞാൻ ഒരേ അളവ് വെച്ച് പറഞ്ഞാണ്. ഇത് നമുക്ക് ഉരുക്കിയെടുക്കണേ. ചക്കരയുടെ ഗുണങ്ങളും ഒത്തിരി അറിയാമല്ലോ. രക്തം ഉണ്ടാകാനും ഒക്കെ ചക്കര നല്ലതാണ്. ചക്കര നമ്മൾ ഉരുക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 100 തേങ്ങയാണ് നമ്മൾ ചിരണ്ടി എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് വേണം ഇത് അടിച്ച് എടുക്കാനേ, പാലെടുക്കാനേ. നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് വന്ന തേങ്ങ ഈ പാലിന് വേണ്ടി അരിച്ചൊഴിക്കാവേ. ഒറ്റ പാലേ ഞാൻ എടുക്കുന്നുള്ളേ. അഴിച്ചിങ്ങനെ എടുക്കാവേ. 3 വിസിലടിച്ച് എയറൊക്കെ പോയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. ഇത് കണ്ടോ, നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 3 വിസിലടിച്ചപ്പോഴത്തേക്ക് ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു ശകല ഉപ്പുപൊടി ഇതെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ശകലം മതിയേ. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇത് നമുക്കിതെല്ലാം നല്ല വെന്ത് തുടങ്ങിയിട്ടുണ്ട്. നല്ലപോലെ ഇളക്കണേ. ഉലുവയുടെ ഗുണം എല്ലാവർക്കും അറിയാമല്ലോ. ഉലുവയിൽ ഒത്തിരി നാരുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ടേ മലബന്ധത്തിനും കൊളസ്ട്രോളിനും ഷുഗറിനും എല്ലിൻ്റെ ബലം കൂട്ടാനും നടുവേദനയ്ക്കും ഒക്കെ നല്ല ഒരു കഞ്ഞിയാണ് ഉലുവാക്കഞ്ഞി. ഉലുവ ഏതിനും എങ്ങനെ കഴിക്കുന്നത് നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കി ഒഴിക്കാവേ. കാരണം നമ്മൾ വെക്കുന്നത് മധുരക്കഞ്ഞിയാണല്ലോ. അതുകൊണ്ട് ശർക്കര അരിച്ചൊഴിക്കണേ. അല്ല എങ്കിൽ മണ്ണ് കടിക്കും. ഇത് നല്ല കുറുകട്ടെ. ഇത് അമിത വണ്ണമുള്ളവർക്കും വണ്ണം കുറയ്ക്കാനും അതുപോലെ തന്നെ സന്ധിവേദനയ്ക്കും മുട്ടുവേദനയ്ക്കും പുറംവേദനയ്ക്കും എല്ലാം ഈ കർക്കിടക മാസത്തിൽ നല്ല ഒരു കഞ്ഞിയാണ് ഉലുവാക്കഞ്ഞി. ഉലുവാക്കഞ്ഞിയോ ഉലുവാലേഹ്യമോ ഒക്കെ. ഉലുവാലേഹ്യത്തിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊന്ന് കയറി ചാനലിൽ കാണണേ. പിന്നെ കുറുകി വരട്ടെ. ചെറിയ തീയിലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാവുള്ളേ, അല്ലെങ്കിൽ ഇത് അടിക്ക് പിടിക്കും. പിന്നെ ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ഇത് നല്ലതാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇത് ദേഹരക്ഷയ്ക്കും നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു പാലേ എടുത്തിട്ടുള്ളൂ, 1 മുറി തേങ്ങയുടെ പാല്. അതും കൂടി ഒഴിച്ചു കൊടുക്കാവേ. കർക്കിടക മാസത്തിൽ നിർബന്ധമായിട്ട് എല്ലാവരും ഇത് കഴിക്കണം. ഇങ്ങനെ ഉണ്ടാക്കിയ പാലൊഴിച്ചിട്ട് നമ്മൾ അധികം തിളപ്പിക്കണ്ടേ. ചിലരിതിൽ നല്ല ജീരകം ചേർക്കും, ചുക്ക് ചതച്ചൊക്കെ ചേർക്കും. ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇഷ്ടമുള്ളവർ ചേർക്കണേ. ഇനി നമുക്ക് ഇച്ചിരി നെയ്യിൽ ഉള്ളി താളിച്ചൊഴിക്കാവേ. വേണ്ടി നമ്മളൊരു താവ സ്റ്റൗ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാവേ. നമ്മൾ കുഞ്ഞുങ്ങൾക്കും ഒക്കെ കൊടുക്കുന്നതല്ലേ. അതിലേക്ക് നമുക്ക് ഉള്ളി ഇടാവേ. ഉള്ളി നെയ്യ് മൂപ്പിച്ച് നമ്മളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണേ. ഇത് മഴക്കാലമൊക്കെ അല്ലേ, കർക്കിടക മാസവും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇത് ദേഹരക്ഷയ്ക്ക് ഞാൻ പറഞ്ഞില്ല, എല്ലാ വേദനകൾക്കും ഒക്കെ പറ്റുന്നതാണ്. ഇന്നത്തെ ഈ മധുരക്കഞ്ഞി അല്ലെങ്കിൽ ഉലുവാക്കഞ്ഞി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്തേക്കണേ. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്.